ചേർത്തലയിലെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നവരിൽ അഞ്ചാമതൊരു സ്ത്രീ കൂടി. എറണാകുളം കൂത്താട്ടുകുളം കാരമല സ്വദേശി ഏലിയാമ്മ എന്ന കുഞ്ഞിപ്പെണ്ണിന്റെ തിരോധാന കേസിലാണ് പുനരന്വേഷണം. സെബാസ്റ്റ്യൻ കൂത്താട്ടുകുളത്ത് എത്തിയിരുന്നുവെന്നും ഏലിയാമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. 2018 വരെ അവരിവിടെ ഉണ്ടായിരുന്നു. ലോട്ടറി കച്ചവടമൊക്കെ നടത്തിയിരുന്ന ബ്രോക്കർ പണിയൊക്കെ ഉണ്ടായിരുന്നു. ഏലിയാമ്മ ബ്രോക്കർ പണി ഉണ്ടായിരുന്ന കുഞ്ഞുണിയേച്ചിയാണോ? അതെ അതെ അതെ. പുള്ളിക്കാരത്തിനെ കാണാതെ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതാ ചോദിച്ചാ. അപ്പൊ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞുണിയേച്ചിനെ ഇതുവരെ ഇപ്പൊ 4-5 കൊല്ലം കണ്ടായി, ഇതുവരെ കണ്ടിട്ടില്ല. കാണാതാവുമ്പോ എത്ര വയസ്സുണ്ടാവും ഏകദേശം? ഒരു 10-70 വയസ്സോടെ അടുത്തുണ്ട് പുള്ളിക്കാരത്തിക്ക്. ആണല്ലേ? എന്തായിരുന്നു പുള്ളിക്കാരുടെ പണി? എന്തായിരുന്നു? ബ്രോക്കർ പണിയായിരുന്നു, കല്യാണ ബ്രോക്കർ. 11 മണി ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഇവിടെ ഉണ്ട്, ബസ് സ്റ്റാൻഡില്. അപ്പൊ എന്റെ അടുത്ത് വന്ന് മുറുക്കാനൊക്കെ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു മകൻ തളർന്നു കിടക്കുകയല്ലായിരുന്നു, ആ മോന് എല്ലാം സീഡ്സ് എല്ലാം കൊടുത്തിട്ട് കഞ്ഞിയും കൊടുത്ത് അതിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുള്ളിക്കാരത്തി ഇവിടെ വരുള്ളൂ. മക്കളൊക്കെ സഹായം ഇല്ലായിരുന്നു? മക്കൾ ഒരു മകനും ഒരു രണ്ടാണും. മക്കളല്ലേ? 3. രണ്ടാണും ഒരു പെണ്ണും ആണ്. ഒരെണ്ണം തളർന്നു കിടക്കുന്നില്ലേ ആൺകുട്ടികളുടെ ഒരാള്? സെബാസ്റ്റ്യനെ റോസമ്മയുടെ മകൻ ബിനുവും സുഹൃത്തും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജൂലൈയിൽ 4-ാം തീയതി മുതലാണ് കാണാതാവുന്നത്. അമ്മയൊന്നും രാവിലെ അവിടെ നിന്ന് 10 മണിയുടെ വണ്ടിക്കാൻ പോകുന്നത്. സാധാരണ തിരിച്ച് 5-ന്റെ വണ്ടിക്ക് വരാറുണ്ട്. അന്വേഷണം തുടങ്ങി. അതായത് ഈ ജൂലൈ 4-ന് രാവിലെ വീട്ടിൽ നിന്ന് അമ്മ പോയതാണ്. അമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ബ്രോക്കർ പരിപാടിയാണ് കൂടുതലുണ്ടായിരുന്നത്. ബ്രോക്കർ പരിപാടിയായിട്ടാണ്. ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നല്ലേ? കച്ചവടം ഇല്ലായിരുന്നു. ലോട്ടറി കച്ചവടം ഇല്ലായിരുന്നു, ബ്രോക്കർ പരിപാടിയായിരുന്നു കൂടുതലും. രാവിലെ പോയി വൈകുന്നേരം വരുന്ന സമയത്തിന് കാണാതിരുന്നപ്പോൾ അന്വേഷണം തുടങ്ങിയതാണ്. നമ്മുടെ മുമ്പിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. സാധാരണ പോയാൽ അമ്മ എത്ര മണിക്കാണ് രാവിലെ? അന്ന് 11 മണിയോടെ പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. 11 മണിക്ക് പോയിട്ടുണ്ട്. 5:30 ആകുമ്പോൾ വീട്ടിലെത്താണ്. 5:30 കഴിഞ്ഞിട്ട് വരാതായി. ഇപ്പോൾ 6 മണി കഴിഞ്ഞ ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. തിരിച്ചു എവിടെയാണെന്നറിയില്ലായിരുന്നു. പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് 8 മണിയോളം ആയിരുന്നു. വൈകുന്നേരം ഇപ്പോൾ ഫോൺ ഓഫാണോ? ഫോൺ ഓഫാണ്. 6:40 വരെ ഫോൺ ഓഫാണ്. 40 കഴിഞ്ഞ് ഫോൺ ഓഫാണ്. എവിടെയാണ് പരാതി നൽകിയത്? ഇത് പോലീസ് സ്റ്റേഷനിലാണ്? കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി. അതിനുശേഷം പിന്നീട് പോലീസ് എന്താണ് പറയുന്നത്? അന്വേഷണത്തിൽ എന്തൊക്കെ? അന്ന് അവർക്ക് വേറെ ഒരു കേസുമായിട്ട് പുറകെ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അന്വേഷണത്തിന് തടസ്സങ്ങളും ഉണ്ടായില്ല. അന്ന് അന്വേഷിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് അന്വേഷണം തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ഫോണുമായിരുന്നു. ജൂലൈ 4-ന് എന്തെങ്കിലും നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്? അന്ന് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ വൈകുന്നേരം 8 മണിക്ക് ശേഷം പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. അന്ന് തൊട്ട് ഇന്നുവരെ അന്വേഷിച്ചിട്ടും ഒരു എത്തിയോടുമില്ല. എവിടെ പോയിരുന്നോ എന്ത് കണ്ടെന്നൊന്നും ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ദിവസന്മാർ പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട്, പക്ഷെ ഒന്നും പറയാറില്ല. പിന്നെ വിളിക്കാറുമില്ല. വന്നു അന്വേഷിച്ചും പറക്കും ഇത്രൂ. അതിനുശേഷം പിന്നീട് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയായിരുന്നു. ക്രൈംബ്രാഞ്ചിൽ മാറി. ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ 2 പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞ് അവർ വന്നല്ലാണ്ട് പിന്നെ വിളിക്കുകയോ പറയുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ സെബാസ്റ്റ്യനെ ബിനു കണ്ടു എന്നുള്ളത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരാളാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വീഡിയോയുടെ ഒരു CCTVയുടെ ദൃശ്യം കിട്ടിയായിരുന്നു. അങ്ങനെ അമ്മയും ഒരാൾക്കാണ് അത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുള്ള. അമ്മയും അദ്ദേഹം തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഒരു ബ്രോക്കർമാരാണ്. പുള്ളിയും ബ്രോക്കർ രീതിയിലാണ് ഇവിടെ വന്നത്. ബ്രോക്കറിന്റെ പരിപാടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ബ്രോക്കർ അമ്മയും അവരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിനുവും നിരന്തരം എല്ലാ ദിവസവും ബസ് സ്റ്റാൻഡിൽ പോകുന്ന ആളാണ്. സ്വാഭാവികമായും അമ്മയെ സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ടാവും. ഒന്നിച്ച് കണ്ടതായിട്ട് കുറേയൊക്കെ ഓർമ്മയുണ്ട്. പുള്ളിയാണെന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ഒരു CCTV ദൃശ്യമുണ്ട്. അതെന്ന് വെച്ചാൽ എന്താ കണ്ടേ? CCTV ദൃശ്യത്തിൽ രണ്ടുപേരും ഒന്നിച്ച് നടന്നു പോകുന്നതാണ് കണ്ടേക്കണേ. ഏത് മണിക്ക്, എത്ര മണിക്കാണ്? അന്നത്തെ ദിവസം തന്നെയാണ്? അന്നത്തെ ദിവസം ഒരു 1:30 കഴിഞ്ഞപ്പോൾ നടന്നു പോകുന്നതാണ് കണ്ട. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഏത് ഭാഗത്തായിരുന്നു? ബസ് സ്റ്റാൻഡിന്റെ നടുവ് സ്ഥലം. സെബാസ്റ്റ്യനുമായി ഒരുമിച്ച് മദ്യപിച്ചതായി ഏലിയാമ്മ വെളിപ്പെടുത്തിയെന്ന നിർണായക മൊഴി അയൽവാസിയും ഷാപ്പ് ജീവനക്കാരനുമായ ബേബി മത്തായിയും പോലീസിന് നൽകി കഴിഞ്ഞു. പറഞ്ഞു പേപ്പറിലൊക്കെ ഈ സെബാസ്റ്റ്യന്റെ ഇങ്ങനെ പേര് വന്നപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നിയത്. അന്ന് ഇങ്ങനെ ഇത് മദ്യപിച്ചിട്ട് വന്നിട്ട് പറഞ്ഞല്ലോ സെബാസ്റ്റ്യൻ ചേട്ടന്റെ കൂട്ടത്തിലാണ് കൂടിയെന്ന്, കമ്പനി കൂടിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സംശയം കൊണ്ടാണ് പറഞ്ഞത്. അവർ കാണാതായ ശേഷം അവരുടെ മൊബൈലിന്റെ അവസാനം അവരുടെ ലൊക്കേഷൻ കാണിക്കുന്നത് വെളിയന്നൂർ എന്ന സ്ഥലമാണ്. അപ്പം അതൊരു ഏറ്റുമാനൂരിലേക്കുള്ള റൂട്ടാണ് അല്ലെ? കോട്ടയം വെളിയന്നൂർ കൂടി MC റോഡ് വഴി പോവാതെ വെളിയന്നൂർ കൂടി കുഴുവൂർ കൂടി അങ്ങനെ കോട്ടയത്തിന് ഏറ്റുമാനൂർക്കൊക്കെ പോവാം.
അപ്പൊ കോട്ടയം ഡയറക്ഷനിലാണ് കാണാതാകുന്ന ദിവസം അവർ സഞ്ചരിച്ചിരുന്നത്. ഒരു കാരണവശാലും അങ്ങോട്ട് ആ റൂട്ടിന് പോകേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് നമുക്ക് ഈ നമ്മുടെ വീടിന്റെ അടുത്തോട്ട് പോരുന്നത് നേരെ തിരിച്ച് ഏത് ദിശയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അത് പോകേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് ടവർ ലൊക്കേഷൻ കട്ടായ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അതുകൊണ്ട് അതും ഒരു സംശയത്തിന്റെ ഇതായി. ഇത് സെബാസ്റ്റ്യന്റെ കേസ് വന്നോളൂ. പോലീസിനെ അറിയിച്ചു. SI സാർ വന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. ഇതോടെ ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം 3 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യായി, പള്ളിപ്പുറത്തെ പുരയിടത്തിൽ ഒരു സ്ത്രീയെ കൊന്നുകുഴിച്ചു മൂടിയെന്നായിരുന്നു തുടക്കത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു നിഗമനം. പക്ഷേ ഇപ്പോൾ അതൊരു കൂട്ട കൊലപാതകം നടന്നു. ഒരു സീരിയൽ കില്ലറാണ് സെബാസ്റ്റ്യൻ എന്ന കാര്യം അടിവരയിട്ട് പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ശരണ്യയുടെ ഈ കൂത്താട്ടുകുളത്തെ ശരണ്യ നടത്തിയ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ ഏലിയാമ്മയുടെ മരണത്തിൽ സെബാസ്റ്റ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ഏലിയാമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ തന്നെ വ്യക്തമായി പങ്കുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ആ തലങ്ങളിലേക്ക് ഈ ഏലിയാമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിട്ടുണ്ടോ ശരണ്യ? ടോമ, നമുക്ക് ആദ്യം ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് 2018 ജൂലൈ 4 ആലപ്പുഴയിലെ സ്ത്രീകൾ മിസ്സിംഗ് ആയ അതേ സമാനമായ സാഹചര്യത്തിൽ ഒരു സ്ത്രീ കൂത്താട്ടുകുളത്തും മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർ ബ്രോക്കറായിരുന്നു എന്നുള്ളത്. വിവാഹ ബ്രോക്കറാണ്. കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ പ്രവർത്തന മേഖല. ഒപ്പം തന്നെ ഭർത്താവില്ലാത്ത സ്ത്രീയാണ്. വീട്ടിലാകെ ഉള്ളത് അവർ താമസിക്കുന്ന വീട്ടിലുള്ളത് ഒരു സുഖമില്ലാത്ത മകനും ഈ തളർന്നു കിടക്കുന്ന ഒരു മകനും ഇവരും മാത്രമാണ് എന്നുള്ളതാണ്. 65 വയസ്സിന് മേൽ പ്രായമുണ്ടായിരുന്നു. ഏലിയാമ്മ എന്ന ഒഫീഷ്യൽ, അതായത് ഏലിയാമ്മ എന്ന പേരുള്ള കുഞ്ഞിപ്പെൺ എന്ന നാട്ടുകാരൊക്കെ അങ്ങനെയാണ് അവരെ വിളിക്കുന്നത്. ആ സ്ത്രീയാണ് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പിന്നീട് നമ്മൾ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ എത്തുന്നു. ഇവരുടെ ഒരു 2018 കാലയളവ്, 2018 ജൂലൈ 4 ഇവരെ കാണാതാകുന്നത്. ഇവർക്ക് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ മിസ്സിംഗ് കേസുകളുമായി സമാനമായ രീതിയിൽ ഉള്ളൊരു മിസ്സിംഗ് കേസാണ് ഇത് എന്നുള്ളതായിരുന്നു. അന്വേഷണ സംഘവും ആലപ്പുഴയിലെ അന്വേഷണ സംഘവും കോട്ടയം ക്രൈംബ്രാഞ്ചും ഈ കേസ് ഇപ്പോൾ റീഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ച് വരികയാണ്. രണ്ടാമത് മൊഴിയൊക്കെ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട മൊഴികളൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ സ്ത്രീ മിസ്സിംഗ് ആവുന്നത് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ വെച്ച് ആണ് എന്നുള്ളതാണ്. 3:30 വരെ അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നു. രാവിലെ 11:30 വണ്ടിക്ക് വന്നാൽ ഇവർ വൈകിട്ട് 5 മണിക്കത്തെ വണ്ടിക്ക് തിരിച്ചു പോകുന്നതാണ്. കാരണം ഇവരുടെ വീടെന്ന് പറയുന്നത് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ നിന്നും പിന്നീട് 4 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച് കാരമല എന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇവരുടെ വീട് ഉള്ളത്. അപ്പോൾ ഈ കാരമലയിൽ ആണ് ഇവർ ഈ ഒറ്റപ്പെട്ട വീട്ടിലാണ് താമസിക്കുന്നത്. മക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ പോലും ഇവരൊറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ ഇവർ ഈ ജൂലൈ 4 ഇവരെ കാണാതാകുന്നു എന്നുള്ളതാണ്. ജൂലൈ 4 വൈകിട്ട് 5 മണിക്കത്തെ ബസ്സിന് ഇവർ വരാതായതോടെ കുടുംബം അന്വേഷിച്ചു തുടങ്ങുന്നു, മകൻ അന്വേഷിച്ചു തുടങ്ങുന്നു. വൈകിട്ട് ഒരു 6:30 വരെ പോലീസ് ഇവരുടെ ടവർ ലൊക്കേഷൻ 8 മണിയോടെ അവർ പരാതി കൊടുത്തു. പക്ഷേ അതിൽ നിന്ന് ടവർ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും 6:30 വരെ ഇവരുടെ വെളിയന്നൂർ ഭാഗത്ത് വരെ ഇവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വെളിയന്നൂർ ട്രാക്ക് ചെയ്യല്ല, അതിൻ്റെ ടവർ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അന്വേഷണ സംഘം പറയുന്നത് വെളിയന്നൂർ ഭാഗം, ഈ വെളിയന്നൂർ എന്ന് പറയുന്നത് പാലയിലേക്കും ഏറ്റുമാനൂരിലേക്കും, അതായത് സെബാസ്റ്റ്യൻ താമസിക്കുന്ന ഏറ്റുമാനൂരിലേക്കും പോകാനുള്ള വഴിയാണ്. ഇവരുടെ വീട്ടിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ നേരെ എതിർവശത്തുള്ള റൂട്ടിലാണ് ഇവർ പോയത് എന്ന് പറയുന്നത്. 6:30 വെളിയന്നൂർ വരെ ഫോൺ ഓൺ ആണ്, അതിനുശേഷം സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് ഈ 8 വർഷമായിട്ടും ആ സ്ത്രീയെക്കുറിച്ച് യാതൊരു വിവരവും ആർക്കും ഇല്ല എന്നുള്ളതാണ്. മകൻ അങ്ങനെ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തി. കൂത്താട്ടുകുളത്തെ ബസ് സ്റ്റാൻഡിൽ ആ കാലയളവ് മുതൽ ഇപ്പോഴും ആ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടു. അതിൽ കപ്പലിൻ്റെ വിൽപ്പ് നടത്തുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരോട് നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവരെ കാണാതായിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ ലോട്ടറി വിൽപ്പനയും പ്രധാനമായും ഈ വിവാഹ ബ്രോക്കറാണ്. അതുകൂടാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിവരം നമുക്ക് നൽകിയത് മേരി എന്ന
അവിടെ ഒരു മാടക്കട നടത്തുന്ന ഒരു സ്ത്രീയുണ്ട്. അവരാണ് നമുക്ക് വിവരം നൽകുന്നത്. അതായത് മേരി ഈ ഏലിയാമ്മയുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അവർ പറയുന്നത് കാണാതാവുന്ന ദിവസവും അവിടെ വന്നിട്ടുണ്ടായിരുന്നു, മുറുക്കാൻ വാങ്ങി പോയതാണ്. മറ്റൊന്ന് ഈ അന്നത്തെ 2018 ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സാഹചര്യം എന്ന് പറയുന്നത് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ബ്രോക്കർമാർ, ദല്ലാൾമാർ വന്ന് കേന്ദ്രീകരിക്കുന്ന ഇടമായിരുന്നു ഇത് എന്നുള്ളതാണ്. അല്പം മദ്യപാന ശീലമൊക്കെ ഉള്ള ആളാണ് ഏലിയാമ്മ. അവിടെ ഇരുന്ന് മദ്യപിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറേ ആളുകൾ വന്ന് കൂടാറുണ്ടായിരുന്നു. എല്ലാവരും ബ്രോക്കർമാരായിരുന്നു. ഈ നഗരസഭ പിന്നീട് ഇതിൻ്റെ ഒരു റെനോവേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഒരു കൂട്ടം കൂടാനായി ബ്രോക്കർമാരെ കേന്ദ്രീകരിക്കാനായി അനുവദിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ മേരി നമ്മളോട് വിശദാംശങ്ങൾ പറയുന്നു. മേരിയുടെ തൊട്ടപ്പുറത്ത് ഷൈനി എന്ന് പറഞ്ഞ ഈ ലോട്ടറി കച്ചവടത്തിൽ സഹായിച്ച സ്ത്രീ ഉണ്ടായിരുന്നു. അവരെയും ഒക്കെ നമ്മൾ കണ്ടു. ഇതിൽ മേരി കാര്യങ്ങൾ പറഞ്ഞ ശേഷം ബ്രോക്കർമാർ അവർ കൂടിയിരുന്നു എന്നുള്ള കാര്യം. കാരണം നമുക്കറിയാം സെബാസ്റ്റ്യൻ ദല്ലാളായാണ് എല്ലായിടത്തും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും സ്ഥലം വാങ്ങി നൽകാം, അല്ലെങ്കിൽ സ്ഥലം ഇടപാടുകളുണ്ട്, സ്ഥലക്കച്ചവടം എന്നൊക്കെ പറഞ്ഞാണ് ബിന്ദുവിനെ ആണെങ്കിലും റോസമ്മയുടെ വീട്ടിലാണെങ്കിലും ഒക്കെ ഇയാൾ ചെന്നിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതേ സാഹചര്യത്തിൽ അവിടെ ദല്ലാൾമാർ കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് നമ്മുടെ ഈ ചിത്രം കാണിച്ചു